പരിശുദ്ധമായ മതത്തിൻ്റെ അറിവ് സമ്പാദിക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹ് പരിഹരിച്ചു കൊടുക്കും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ്റെ ജീവിതോപാധികളൊക്കെ അല്ലാഹു ഒരുക്കി കൊടുക്കും. നമ്മളെന്തിനായി ശമ്പളം വാങ്ങണത്? നമ്മുടെ ജീവിതോപാധികളൊക്കെ സൗകര്യപ്പെടാനല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ തരികയാണ്, നിങ്ങൾ ഇൽമിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജീവിതം ചെലവഴിക്കുകയാണെങ്കിൽ, പഠിക്കാനും പഠിപ്പിക്കാനും നിങ്ങൾ മുതിരുകയാണെങ്കിൽ നിങ്ങളെ ജീവിതോപാധികളൊക്കെ എങ്ങനെയെന്ന് ആലോചിച്ചാൽ പിടികിട്ടൂല. ആ വിധത്തിൽ അല്ലാഹു തആല അങ്ങോട്ട് തരും. നിങ്ങൾ കല്യാണം കഴിക്കാനാകുമ്പോൾ മഹർ നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ എത്തിച്ചേരും. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായ അവരെ പഠിപ്പിക്കാനുള്ള മാർഗ്ഗം അല്ലാഹ് കാണിച്ചു തരും. താമസിക്കാനുള്ള വീട് ആകുമ്പം അല്ലാഹു തആല വീടുണ്ടാക്കി തരും. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ആലിമീങ്ങളോട്, നിങ്ങളെങ്ങനെ പുരണ്ടാക്കി? അല്ലാഹു ആലം എന്നാ പറയാം. ആര് ഇൽമിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണോ അവരറിയില്ല, അറിയാതെ അതൊക്കെ നടക്കും. അവരെ മക്കളെ കെട്ടിക്കാൻ സമയമാകുമ്പം അത് അതിൻ്റെ മുറക്ക് നടക്കും. ഇതിൻ്റെ ഒന്നും പേരിൽ ആധാരം പണയപ്പെടുത്തേണ്ടി വരൂല, ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങേണ്ടി വരൂല. അതൊക്കെ അല്ലാഹു ചെയ്തു കൊടുക്കും. എന്ത് നിയ്യത്ത് വേണം? നമ്മൾ ശമ്പളം എത്ര അതാലോചിക്കുക തന്നെ ചെയ്യണ്ട. ഇൽമിന് ഖിദ്മത്തെടുത്തവനെ അല്ലാഹു വെറുതെ ആക്കൂല. അത് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാവിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഭീതിപ്പെടേണ്ട, ബേജാറാകണ്ട. ഓരോന്നിനും അതിൻ്റെ സമയമാകുമ്പം അല്ലാഹു തആല തരും. നിങ്ങൾക്കൊരു വാഹനം എടുക്കേണ്ട സമയമാകുമ്പോൾ അല്ലാഹ് വാഹനം തരും. അതിനൊക്കെ ഓരോ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എ പി ഉസ്താദിൻ്റെ മാതിരി ഒരു വണ്ടിയെന്നൊന്നും സ്വപ്നം കാണരുത്. ഉസ്താദൊക്കെ മറ്റേ സൈക്കിളുമേ കയറി അതിൻ്റെ ബാക്കിലിരുന്നൊക്കെ വാൽദിന് പോയ ആളാണ്. നമ്മളെ മീൻ കൊണ്ടുപോകണ സൈക്കിളുണ്ടല്ലോ, ചവിട്ടി കൊണ്ടുപോകണേ, അതിൻ്റെ ബാക്കിലിരുന്ന് വാൽദിന് പോയിട്ടുണ്ട്. നമ്മൾ കോണിമ്മ കൂടെ കയറണം, ലിഫ്റ്റിന് കയറാൻ നിൽക്കരുത്. എന്നാൽ എല്ലാം കിട്ടും. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്കൂട്ടി ആയിരിക്കും ചിലപ്പം, അല്ലേ? കാരണം തൊട്ടടുത്തുള്ള മഹല്ലിലാണ് ഒരു മദ്രസ കിട്ടിയത്, അവിടെ പോയി വരാനാണ്. അതിനെന്ത് മതിയാവും? ചിലപ്പം ഒരു സ്കൂട്ടി മതി. അതെന്നെ ഫസ്റ്റ് എടുക്കരുത്. ആദ്യം എടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു 3-4 കുത്തൊക്കെ കുത്താനുള്ളതാണ്. അതിനൊക്കെ പറ്റിയൊരു വണ്ടി ആദ്യം എടുക്കാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ എയിമായതിന് ശേഷം എന്താ പറ്റുള്ളൂ? പുതിയ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കണില്ല നിങ്ങളെ ജോലി തിരക്ക്. നിങ്ങൾക്ക് ഒരുപാട് വർക്ക് കൂടി, ഒരുപാട് ദീനി ഖിദ്മണ്ടായി, സേവനമുണ്ടായി. അപ്പോൾ ഈ സൈക്കിളുമ്മൽ ഓടിയാൽ എത്തൂല, അല്ലെങ്കിൽ ഓടി അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങളൊക്കെ ചുവന്ന കളറാവും. വയലിന് സ്റ്റേജിന്മേൽ കയറാൻ പറ്റൂല. അങ്ങനത്തെ ഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് കാറ് വേണ്ടി വന്നാൽ അല്ലാഹു തആല ആ സമയത്ത് കാറ് തരും. അതിന് നിങ്ങൾ ബാങ്കിലേക്ക് പോകരുത്, അടവിനെടുക്കരുത്. അതൊക്കെ അല്ലാഹു തആല തരും. ദീനിന് വേണ്ടിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഒരിക്കലും ആരും അതിൻ്റെ പേരിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം അറിവ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു പറയുന്നത് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും പടിപടിയായാണ് അല്ലാഹു ഉയർത്തുക. ഒറ്റടിക്ക് ആരെയും അങ്ങനെ പൊക്കാറില്ല. അങ്ങനെ പൊങ്ങിയോൻ പാമ്പും കോണിയും കളിച്ചാരി താഴുകയും ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി പോകുക. അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവുകളെ പ്രകാശിപ്പിക്കാൻ അറിവിന് സൗഭാഗ്യം ലഭിച്ചവർ പ്രവർത്തിക്കുക. അതേ സമയത്ത് എല്ലാവർക്കും മുതഅല്ലിമാകാനും ആലിമാകാനും കഴിയില്ല. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കുന്ന ആലിമാ, സാധിക്കുമെങ്കിൽ നീ ഒരു പണ്ഡിതൻ തന്നെ ആവാൻ പരിശ്രമിക്കണം. ഔ മുതഅല്ലിമാ, അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അധ്വാനിച്ചു പഠിക്കുന്ന ഒരു മുതഅല്ലിമായി നീ മാറണം. അതിലേക്കും നിനക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഔ മുസ്തമിഅ, ആലിമീങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ നീ തയ്യാറാകണം. കേൾവി 2 സൈസ് ഉണ്ട്. ഒന്ന് സമ് എന്ന് പറഞ്ഞാൽ കേൾവി, അത് അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാം, പുരയിലിരുന്നും കേൾക്കാം. കാറ്റിനിങ്ങനെ ഖാലല്ലാഹു അസ്സ വജൽ എന്നൊക്കെ ചോട്ടിലേക്ക് വരും. ആ കേൾവിയല്ല.
ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക, സാഗൂതം കേൾക്കുക. അത് ഇൽമിൻ്റെ ഒക്കെ മജ്‌ലിസിൽ വന്നിരുന്ന് കേൾക്കണം. പള്ളിയിൽ ദർസുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ദർസുണ്ടാവും, പള്ളിയിലെ കാരണന്മാർക്ക് ദർസുണ്ടാവും. അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പല കാലങ്ങളിലും പല ദർസുകളിലും ഉണ്ട്. ആഴ്ചയിൽ അൽഹംദുലില്ലാ അത്തരം സന്ദർഭങ്ങൾ ഉപയോഗിച്ച് അവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. ആ കൂട്ടത്തിൽ നിങ്ങൾ പെടണം. പിന്നെ മുത്തുനബി പറയുന്നു, അതിനും നിങ്ങൾക്ക് സമയമല്ല, നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണ്, വലിയ ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഔ മുഹിബ്ബ, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും പ്രിയം വെക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടണം. വലാ തകുൻ ഖാമിസ, ഈ നാലിലും പെടാത്ത അഞ്ചാമത്തൊരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുതേ. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വസിയത്താണ്. അപ്പോൾ ആലിമാകാനും മുതഅല്ലിമാകാനും എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഏറെക്കുറെ ആളുകൾക്ക് ആലിമീങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയും. അതിനും പറ്റാത്തവരുണ്ടെങ്കിൽ നാലാമത്തൊരു വിഭാഗത്തിലെങ്കിലും നമുക്ക് പെടാൻ സാധിക്കും. നമ്മൾ ഇൽമിനെയും ആലിമിനെയും മുതഅല്ലിമിനെയും മഹബ്ബത്ത് വെക്കുക. അവരെ പരിഹസിക്കാൻ നിൽക്കരുത്. ദീനിൻ്റെ ഏറ്റവും വലിയ ശിആറാണ് ഇൽമും ആലിമും എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പരിഹസിക്കരുത്, അവരെ മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്തിൻ്റെ ഭാഗമാണ് ആലിമീങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നമ്മളെ മുൻഗാമികൾ എത്ര വലിയ മാനേജ്മെൻറ്റ് പഠിച്ചവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവർ പള്ളി ദർസ് ആരംഭിച്ചത് വളരെ ചുരുങ്ങിയ ചെലവിൽ നടത്തിക്കൊണ്ടുപോകുന്ന രീതിശാസ്ത്രം ഉപയോഗിച്ചാണ്. ഇപ്പം നമുക്കറിയാം, ഞങ്ങളൊക്കെ ദഅവാ കോളേജുകൾ നടത്തുന്നവരാണ്. ഒരു 100 കുട്ടികളെ വെച്ച് ഒരു ദഅവാ കോളേജ് ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപ ചെലവാണ്. 100 കുട്ടികളെ ഒരു മാസം കൊണ്ടുപോകാൻ. അതേ സമയത്ത് നമ്മളെ മുൻഗാമികൾ തുടങ്ങിയ പള്ളി ദർസങ്ങൾ ആലോചിച്ചു. ഈ ഭക്ഷണവും കാര്യമാണല്ലോ ഇതിൽ വലിയ ചെലവ് വരിക. അതേ സമയത്ത് അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അൻസാരികളായ സ്വഹാബത്തിനെ, മുഹാജിറിനെ സ്വീകരിക്കാൻ വേണ്ടി നബി നിർദ്ദേശിച്ചൊരു നിർദ്ദേശം, അതാണ് ഇവിടെ പ്രായോഗികവൽക്കരിച്ചത്. അന്ന് ഓരോരുത്തരെ കൂട്ടി ഓരോരുത്തരായിട്ട് പോയതാ. മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഹിജ്റ വരും ആൾക്കാർ. അപ്പം മദീന നിവാസികൾ എന്ത് ചെയ്യും? ഇയാളെ ഞാൻ കൊണ്ടുപോവാ, ഇയാളെ ഞാൻ കൊണ്ടുപോവാ, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. ഇതേപോലെയാണ് നമ്മളെ പള്ളി ദർസ് സിസ്റ്റം. ഒരു ഉസ്താദും ഒരു 50 കുട്ടികളും ഒരു ഗ്രാമത്തിൽ ഇങ്ങോട്ട് എത്തിയാൽ ആ ഗ്രാമീണർ ഓരോരുത്തരായി വന്നിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോവാ, ഇവനെ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ 50 മുതഅല്ലിമീങ്ങൾക്ക് ഒരു പ്രദേശത്തുകാർ അന്നം കൊടുക്കുന്നു അവരെ വീടുകളിൽ. ഇതൊരു ചെറിയ കാര്യമാണോ? സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഒരു മുതഅല്ലിമ് ഒരാളെ വീട്ടിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ദഖലൽ ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മാ. ഒരാളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ കയറി വന്നാൽ അവൻ്റെ കൂടെ വരുന്നത് 1000 റഹ്മത്താണ്. ഒരു മുതഅല്ലിം, അത് മുതഅല്ലിമാണ്, സാധാരണ ഒരു വിരുന്നുകാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തഅകുൽ ലാ യഅകുൽ തുആമക ഇല്ലാ തഖി. നിന്റെ ഭക്ഷണം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനല്ലാതെ കഴിക്കരുത്. വലാ തഅകുൽ ഇല്ലാ തുആമ തഖിയിൻ. അല്ലാഹുവിനെ പേടിക്കുന്നവൻ്റെ ഭക്ഷണമല്ലാത്തതും നീ കഴിക്കരുത്. കട്ടവും കവർന്നുമൊക്കെ സമ്പാദിച്ചു കൂട്ടിയവൻ്റെ നീ കഴിക്കരുത്. നിന്റെ ഭക്ഷണവും നല്ല മനുഷ്യന്മാർക്കാണ് നീ പരമാവധി കൊടുക്കേണ്ടത്. ആ കൂട്ടത്തിൽപ്പെട്ട 5 നേരം നിസ്കരിക്കുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, നിരന്തരം ഖുർആൻ ഓതുന്ന, ഹദീസ് ഓതുന്ന, ഫിഖ് പഠിക്കുന്ന
മുതഅല്ലിമീങ്ങൾക്കാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പവർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിരുന്നുകാരനെ നമ്മളെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ നമുക്ക് സന്മനസ്സുണ്ടായാൽ അത് നമ്മളെ നാടിന് വലിയ അനുഗ്രഹമാണ്. എത്ര റഹ്മത്തായിരിക്കും 50 മുതഅല്ലിമീങ്ങളുള്ള ഒരു ഗ്രാമത്തിലേക്ക് അള്ളാഹു വർഷിപ്പിക്കുന്നത്. ആ ഗ്രാമം തന്നെ അനുഗ്രഹീത ഗ്രാമമാകുകയല്ലേ. ഖുർആൻ പറഞ്ഞതുപോലെ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു മഹല്ല് നിവാസികളെങ്ങാനും ശരിയായ ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ലഫതഹ്നാ അലൈഹിം അബ്വാബ, അവരുടെ ഗ്രാമത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളെ ഞാൻ തുറന്നു കൊടുക്കും. ആ രീതിയിലായിരിക്കും മുതഅല്ലിമീങ്ങൾ അധിവസിക്കുന്ന ഒരു മഹല്ല് അവിടെ അനുഗ്രഹം നിറഞ്ഞ മഹല്ലായിത്തീരുന്നത്. അതിന് ഉള്ള ഒരു സന്മനസ് അതെല്ലാവർക്കും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ലാ ഖൈറ ഫീമൻ ലാ യുളീഫ്. വിരുന്നൂട്ടാൻ മനസ്സില്ലാത്തവനിൽ ഒരു ഖൈറുമില്ല. ഒരു മദ്രസ അധ്യാപകന് മാസത്തിൽ ഒരു ചായ കൊടുക്കണം എന്ന് പറയുമ്പം ചില ആളുകളാണ് അത് ആലോചിക്കണം, അത് മീറ്റിംഗ് കൂടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞളി. അത് ഞാൻ ഏറ്റു എന്ന് പറയണം. ഞാൻ അഥവാ പുരയിൽ നടന്നില്ല നിൽക്കങ്ങൾ, നമ്മൾ വേറെ മാർഗം കാണണം. ഒരാൾ വിരുന്നിന് നമ്മളെ അന്വേഷിച്ച് വരുമ്പം അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ആവശ്യപ്പെടുമ്പം അതൊരിക്കലും തട്ടിക്കളയാൻ പാടില്ല എന്നാണ്. വിരുന്നൂട്ടാൻ മനസ്സില്ലാത്തവനിൽ ഖൈറില്ലാത്ത ആളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. ഈ നാട്ടുകാർ ഇത്രയും മുതഅല്ലിമീങ്ങളെ ഏറ്റെടുത്തത് അതെന്തിൻ്റെ ഭാഗമാണ്? ഔ മുഹിബ്ബ, ഇൽമിനെ മഹബത്ത് വെക്കുന്നതിൻ്റെ ഭാഗമാണ്. അല്ലാഹു ഈ നാട്ടിൽ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ.